ഹായ് ഹലോ. ഇന്നത്തേതൊരു റെസിൻ വർക്കാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ മാല പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഡ്രൈ ആയതൊക്കെ ഓൾമോസ്റ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. റോസ് വേറെ, ബേബി എർത്ത് വേറെ, വൈറ്റ് ഫ്ലവർ ഉണ്ടല്ലോ ലില്ലി പോലെ, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റെസിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മസ്റ്റായിട്ടും ഒരു ഗ്ലൗസും മാസ്കൊക്കെ നിർബന്ധമാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കഴിയുന്നതും അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള റെസിനെ നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഹാർഡനറും ആവശ്യത്തിന് റേഷ്യോ അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ റെസിൻ ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. കാരണം മെഷർമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ക്യൂർ ആകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ റെസിൻ എടുത്തതിന് ശേഷം മെല്ലെയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ. അത് നമ്മൾ മെല്ലെ ഇളക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതലും ബബിൾസൊക്കെ റിമൂവ് ആവുള്ളൂ. നമ്മളിങ്ങനെ സ്പീഡിൽ ഇളക്കുന്ന സമയത്ത് കൂടുതൽ ബബിൾസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്ര മെല്ലെ ഇളക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. അടുത്തത് നമ്മൾ കുറച്ച് റെസിൻ എടുക്കുക. മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ട് റെസിൻ എടുത്തിട്ട് ആ റെസിനിലേക്ക് നമുക്ക് വേണ്ട കളറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് ആവശ്യമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ മോൾഡിൽ എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെലോ ടാപ്പ് വെച്ചിട്ട് റിമൂവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മോൾഡിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കളർ, ഇവിടെ ഞാൻ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്, അത് മെല്ലെ പോർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറൻ്റെ ഫോക്കസ് പോകുന്നുണ്ട് കേട്ടോ, അത് കാര്യമാക്കണ്ട. പിന്നെ നമ്മൾ വൈറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതായത് ക്ലിയർ ആയിട്ട് റെസിനിൽ കളേഴ്സ് ഒന്നും മിക്സ് ചെയ്യാതെ ഉള്ള റെസിന് മാത്രമാണ് നമ്മൾ പോർ ചെയ്ത് കൊടുക്കുന്നത്. ഒരു സൈഡിൽ നമുക്ക് എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ബബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബബിൾ റിമൂവൽ സ്പ്രേ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഓരോന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ നല്ല കുറച്ച് പെറ്റൽസ് മാത്രം അറേഞ്ച് ചെയ്യുന്നുള്ളൂ. ആദ്യം ഞാൻ റോസിൻ്റെ പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ബേബി വൃത്തിൻ്റെ ഫ്ലവേഴ്സ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലില്ലിൻ്റെതും 2-3 എണ്ണം അവിടെ ഇവിടെ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് റെസിനിൽ ഗോൾഡ് ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട് അതും അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മൾ നല്ലോണം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. നെക്സ്റ്റ് നമ്മൾ ഫോട്ടോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 പേരുടെ നെയിമും വെഡ്ഡിങ് ഡേറ്റും വരുന്ന ഒരു സ്റ്റിക്കർ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. പിന്നെ അതൊക്കെ ഒട്ടിച്ച സന്തോഷത്തിൽ ഫൈനൽ ഇയർ റെസിന് പോർ ചെയ്തു. അപ്പോഴാണ് നമുക്ക് ആക്ച്വൽ പണി കിട്ടിയത്. അങ്ങനെ റെസിനൊക്കെ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചു. പക്ഷേ ചെറിയൊരു ബബിൾസ് എങ്ങനെയോ ഫോം ചെയ്തു. ഫോം ചെയ്ത ബബിൾസിന് റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റിക്കി ടൈപ്പ് പോലെ പറ്റി. പിന്നെ ആ നെയിമും ഡേറ്റൊക്കെ ഒന്നായിട്ട് ഒരു മങ്ങൽ പിടിച്ച പോലെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്ത് വിധി ഇത്, ആ ഒരു സോങ്ങാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ അതൊക്കെ നമ്മൾ എന്താക്കി, സ്റ്റിക്കി ആയതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലോണം റബ്ബ് ചെയ്തിട്ട് ആണ് പിന്നത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്തത്. ഈ ഒരു ഫീൽഡിൽ ഇതൊക്കെ സാധാരണമാണ്, ഇങ്ങനെ പണി കിട്ടലൊക്കെ. ഇതിലും വലിയ പണികൾ ഓരോ ആർട്ടിസ്റ്റിന് കിട്ടലുണ്ട്. അപ്പം നമ്മളിതൊക്കെ സോൾവ് ചെയ്ത് ഫൈനൽ ലെയർ റെസിന് നമ്മൾ പോർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി. അതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് ഇതിൻ്റെ ബോർഡറിൽ ഫുള്ള് നമ്മൾ ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുകയാണ്. ഹായ് ഹലോ. അപ്പോൾ നമ്മൾ വരമാല പ്രിസർവേഷൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് റീവർക്കൊക്കെ ചെയ്യേണ്ടി വന്നു. അതൊരു പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അൽഹംദുലില്ലാഹ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വർക്ക് ചെയ്യണമെങ്കിൽ ഡു കോൺടാക്ട്. വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സപ്പ് നമ്പറും ഞാൻ ഇവിടെ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.